എല്ലാവർക്കും സന്തോഷമാണെന്ന് അറിയാം. എന്നാലും ഉള്ളവര് ചിരിച്ചോണ്ടൊരു സ്തോത്രം. ദൈവം രാവിലെ മെസ്സേജിന്റെ തൊട്ട് മുൻപ് ചെറിയൊരു എക്സസൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരെ കൊണ്ടുമല്ല, വരയ്ക്കാൻ അറിയാവുന്നവരാരെങ്കിലും ഉണ്ട്. ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പർ തന്നാൽ എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? 1 2 3 ഒരാളുടെ വിജില് 3 പേരായി. സോറി, പൊന്നു 4. വേറെ ഒരാളുടെ വിഷ്ണു വരയ്ക്കുമോ? ഇവർ ഈ പറഞ്ഞു വരുമ്പോൾ എഴുന്നേക്കാം. നമ്മൾ 2 മിനിറ്റ് സമയം ഒന്ന് സൈലന്റ് ആവുകയാണ്. അതിനുശേഷം നേരെ മെസ്സേജിൽ പ്രവേശിക്കുന്നു. അവര് പ്ലീസ് കൺഫോം ചെയ്യാം. ഒന്നും പിടികിട്ടത്തില്ല. ഇത് ശ്രദ്ധിച്ചാൽ, ഇവര് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ ഇന്നുള്ള കാര്യം ദൈവം നിങ്ങളെ വെളിപ്പെടുത്തും. ഞാൻ ഓരോ പെൻസിൽ ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഇവരെ ഓഡിയൻസിന്റെ അരികിലേക്ക് വിടത്തില്ല. ഇവരെ സ്റ്റേജിൽ തന്നെ ഇരുത്താൻ പോകണം. ഒരാൾ അങ്ങോട്ടും അതേ മോൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണമെന്നില്ല. ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. വിടാം. പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 മിനിറ്റ് സമയവും നമ്മൾ തിരിഞ്ഞിരുന്നോ കാണുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിലുള്ള നല്ല ഒരു ചിത്രം, അത് ബിബ്ലിക്കലാകാം, അല്ലാത്തതാകാം, നിങ്ങളുടെ വീടിനെ കുറിച്ചാകാം, നിങ്ങളുടെ വ്യക്തിപരമായ ആശയമാകാം. എനിവേ, ചിലപ്പോൾ ഒരു പൂ വരയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു പോട്ട് വരയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് മനസ്സിൽ നിങ്ങളുടെ ആശയം, ഒരു പിക്ചർ വരയ്ക്കാൻ. നമുക്ക് റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയാം. റെഡി? പെൻസിൽ എടുത്ത് എന്താ ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങളൊരു കാര്യം, ആ പേപ്പറിൽ തന്നെ അത് വെട്ടിയിടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വരാം. കൈയടിച്ചൊന്നും പ്രോത്സാഹിപ്പിക്കണ്ട. നിങ്ങൾ ഇത് കണ്ടാ മതി. ഇത് കണ്ടാ മതി. അരമണിക്കൂർ സമയം കൊണ്ട് നമുക്ക് വേഗം ഒരു മെസ്സേജ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒരു മിനിറ്റോടെ സമയമുണ്ട്. 1 മിനിറ്റ് കൊണ്ട് തീരാൻ പോകും. ടൈം ഒന്ന് നോക്കാം. ഇവിടെ ഒരാൾ ഫിനിഷ് ചെയ്തു. സെക്കൻഡ് കൂടെ തരാം. പേരെഴുതിയില്ലല്ലോ. ഇവരെ ഒന്ന് കൈയടിച്ചൊന്നു.
ഇല്ലെങ്കിൽ അതിന്റെ പേയ്മെന്റ് അടച്ചാൽ മതി. ജിത്തു വരച്ചത് ഒരു മുളങ്കാട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അറിയില്ല. ഒരു പുഴ ഒഴുകുന്നു, പിന്നെ കുറച്ച് അതിന്റെ കരയിൽ കുറച്ച് ചെടികൾ നിൽക്കുന്നു, ഒരു വലിയ മരം, ഒരു ബാക്ക്ഗ്രൗണ്ട് സീനറി, ഒരു മല, പിന്നെ കുറച്ച് മുളം കമ്പുകളൊക്കെ നിൽക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ജിത്തുവിന്റെ സംഭാവനയാണ്. താങ്ക് യു സോ മച്ച് ജിത്തു. അടുത്തത് ഇത് ഷീൻസി. എല്ലാവരും മലയാണ്. ഒരു നല്ല മനോഹരമായ ഒരു മല, സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അതിന് പ്രാവുകൾ കിളികൾ പറക്കുന്നു. തൊട്ടടുത്ത് വീട്, പുഴ, അതിന്റെ കുറച്ച് ഏകദേശം അതിനോട് സാമ്യമാണ്. ഇത് ഹൃദയമാണ്. ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൽ വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു നല്ല മനോഹരമായ ഒരു പൂവ്. എന്ത് പൂവാന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയും അറിയത്തില്ല. നിങ്ങൾ അത് പ്ലാൻ ചെയ്യാം. നല്ല ആ ചുരുക്കുന്ന സമയം കൊണ്ട് ഒരു പൂവാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കൂടി പുറത്തു വന്നത്. അടുത്തത് നാലാമത്തേത് ജിഷ്ണുവിന്റെ ഇതാര് ചിരി വരച്ചത്. അത് കുറച്ച് മതിലും കാര്യങ്ങളും ഒക്കെ മതിലല്ലേ, പാടം അല്ലേ? പാടം സമയം കൊടുക്കാനുള്ള ഞാൻ പറഞ്ഞില്ല. ഇതെല്ലാം പാടമാണ്. പാടത്തിന്റെ നടുക്കൂടെ ഒരു വഴി, പിന്നെ അത് ചെയ്യുന്നത് ഒരു മരനിരകൾ, പിന്നെ ആകാശം, കാര്യങ്ങളൊക്കെ അതിന്റെ പോയിട്ട് ഓക്കെ. പിന്നെ ഒന്നുമില്ലാത്ത ഒരു കേട്ടുണ്ട്. ജിഷ്ണുവിന്റെയാണ്. അവന്റെ മനസ്സിൽ യേശുവിന്റെ രക്ഷകൻ ഇവിടെ ഒരു ചെറിയൊരു ഡയലോഗ് എഴുതിയിട്ടുണ്ട്. കുരിശ് മല അല്ലറിയാമോ? അവന്റെ മനസ്സിനകത്ത് വന്ന ഒരു ഭാവന വളരെ നല്ല രീതിയിൽ ഈ നമ്മുടെ കലാകാരന്മാര് കൊടുത്തി ആ പേപ്പറില് അവർ വരച്ചു. അവരുടെ ഹൃദയത്തിലെ ആശയങ്ങളും അവർ വരച്ചു. അത് മനോഹരമാക്കി. ഞാൻ എന്റെ മെസ്സേജിന്റെ ഒരു ഹെഡിങ് ഞാൻ കൊണ്ടുവരുന്നതാണ്: ദൈവികമായ വലിയ കാര്യങ്ങളെ ചെയ്യാൻ നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ദൈവികമായ വലിയ കാര്യങ്ങളെ ചെയ്യാൻ നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു പെൻസിൽ അപ്പം ഈ പെൻസില് അവരുടെ കയ്യിൽ കൊടുത്തപ്പം അവര് ഈ പെൻസില് അതിനെ മോശപ്പെടുത്തി അല്ലേ, അതിനെ രൂപപ്പെടുത്തി. പിന്നെ അവർക്ക് കൊടുത്ത പേപ്പർ, അത് ആ പേപ്പറിൽ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവര് അതിനകത്തേക്ക് കൊണ്ടുവന്നു. അതൊരു സക്സസ് ആയിട്ട് മാറാനായിട്ടിടയായി. ഞാൻ ഇങ്ങനെയാണ് ഈ പെൻസിലിനെ വെച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. നാം ഓരോരുത്തരും ദൈവത്തിന്റെ കയ്യിലെ ഓരോ പെൻസിലുകളാണ്. കിട്ടുന്നുണ്ടോ? നാം ഓരോരുത്തരും ദൈവത്തിന്റെ കയ്യിലെ പെൻസിലുകളാണ്. കുറച്ച് മുൻപേ ഈ പെൻസിലെല്ലാം, ഈ 5 പെൻസിലും ഇവിടെ ചുമ്മാതിരിക്കുകയാണ് അല്ലേ? ഈ പെൻസിൽ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലായിരുന്നു, ഇതിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഈ പെൻസില് ചിലരുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ പെൻസില് ഉപയോഗപ്രദമായിട്ട് മാറി അല്ലേ? അപ്പൊ ഈ പെൻസിൽ ഉപയോഗപ്രദമായി മാറാൻ ഈ പെൻസിലിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഈ പെൻസിലിൽ ചില വ്യത്യാസങ്ങൾ, രൂപമാറ്റങ്ങൾ സംഭവിച്ചു. ഇവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവികമായ വലിയ കാര്യങ്ങളെ ചെയ്യാൻ നാം ഓരോരുത്തരും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ നാം ദൈവത്തിന്റെ കയ്യിലെ ഓരോ പെൻസിലുകളാണ്. സൃഷ്ടാവ് ഈ പെൻസിലിനോട് പറഞ്ഞു, അല്ലെങ്കിൽ ഈ സർവശക്തനായ ദൈവം ഈ പെൻസിലിനോട് പറഞ്ഞു, ഭൂമിയുടെ ഏറ്റവും നല്ല പെൻസിലായി മാറാൻ. എന്താ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എന്താന്നാ പറഞ്ഞത്?
പെൻസിൽ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്താണ്? ഓരോ പെൻസിൽ. അപ്പൊ സൃഷ്ടാവായ ദൈവം ഈ പെൻസിലുകളോട് പറയുക, നിങ്ങൾ എല്ലാവരും ഭൂമിയിലെ ഏറ്റവും നല്ല പെൻസിലായി മാറും. ഉറങ്ങരുത് ഇനി, കേട്ടോ? ഇവിടെ ഒന്ന് നാം നമ്മെ തന്നെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പല മഹത്വകരമായ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നാം ആകുന്ന പെൻസിലിനെ സൃഷ്ടാവാകുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്താൽ ആ ദൈവത്തിന് നല്ല പ്രതലത്തിൽ നമ്മെ ഉപയോഗിക്കാനായിട്ട് കഴിയും. എത്ര പേര് ആശയത്തിൽ എന്റെ കൂടെ വരുന്നത് എനിക്ക് പിടികിട്ടുന്നേ ഇല്ല. വരച്ചോണ്ടിരുന്നപ്പോഴത്തെ ഒരു ഭാവവും ആരുടെ മുഖത്തും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ അതിൽ കൊണ്ടുവന്നൊരു എക്സാമ്പിൾ ഇയ്യോബിന്റെ ജീവിതത്തെ കുറിച്ച് വളരെ നന്നായിട്ട് നമുക്കറിയാം. ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും ഇഷ്ടംപോലെ ജോലിക്കാരും അതനുസരിച്ചുള്ള എല്ലാ ആത്മീക ഭൗതിക നന്മകളും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ഇയ്യോബ്, അതിനെ കുറിച്ചുള്ള സാക്ഷ്യം ഭയങ്കരമാണ്. വ്യത്യസ്തമായ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് 3 ഇടങ്ങളിൽ ഇയ്യോബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്നുണ്ട്. ദൈവഭക്തനാണ്, നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, ദോഷം വിട്ടുകളയുന്നവനാണ്, അല്ലെ? അങ്ങനെ ഒരു കാര്യം കൂടെ. അങ്ങനെ വ്യത്യസ്തമായ ചില ഇടങ്ങളിൽ ദൈവം തന്നെ ഇയ്യോബിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. ഇയ്യോബിന്റെ മക്കളിൽ ഓരോ വീട്ടിലും ഓരോ വിശേഷ ദിവസങ്ങൾ വന്നു കഴിയുമ്പോൾ ആ വിശേഷ ദിവസങ്ങളിൽ ഒന്നിച്ചു കൂടിയ സമയത്ത് ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ച കാര്യങ്ങൾ ആ ആഘോഷവേളയിൽ സംഭവിച്ചു എങ്കിൽ അതിനും ദൈവത്തിന്റെ സന്നിധിയിൽ ക്ഷമ പറഞ്ഞ് പ്രായശ്ചിത്തം വരുത്തുവാൻ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. അങ്ങനെ ഇയ്യോബ് തന്റെ കുടുംബത്തിൽ, മക്കളിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരുന്നു. ദൈവത്തിന്റെ ഹൃദയം ഇഷ്ടമുള്ള, ദൈവത്തിന് ഒത്തിരി സന്തോഷമുള്ള ഒരു മനുഷ്യനുമായിരുന്നു ഇയ്യോബ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയ്യോബിന്റെ ജീവിതത്തിലെ ഓരോ നന്മകളും സാത്താൻ അവതരിച്ചുകൊണ്ട് പോകുന്ന ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒരു ദിവസം സാത്താൻ വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് പറയുക, ഇയ്യോബിനെ നീ വേലി കെട്ടി അങ്ങ് സംരക്ഷിച്ചിരിക്കുകയാണോ എന്നുള്ള ചോദ്യത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം തുടങ്ങി. സാത്താന്റെ തന്ത്രങ്ങൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പിതാവ് ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെ സാത്താന്റെ അല്ലെങ്കിൽ പിശാചിന്റെ കുറച്ച് കാര്യനിർവഹണങ്ങൾ അവിടെ നടക്കുക. ഇയ്യോബിന്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു, ജോലിക്കാരെല്ലാം നഷ്ടപ്പെട്ടു, മൃഗസമ്പത്തും ആടുമാടുകളും എല്ലാം നശിച്ചു. മക്കൾ ഓരോരുത്തരായി അവരും നശിച്ചു. എല്ലാവരും തീർന്നു കഴിഞ്ഞപ്പോൾ ഭാര്യയും താനും മാത്രം ഒറ്റയ്ക്കായി. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടും ഇയ്യോബ് തന്റെ ജീവിതത്തെ തമ്പുരാന്റെ കയ്യിൽ മാത്രം കൊടുത്തിരുന്നത്. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ ശാരീരികമായ ഒരു ബുദ്ധിമുട്ട് വരുന്നത്, പരുക്കൾ വരുന്നത്. ഊസ് എന്ന് പറയുന്ന ദേശത്ത് പരിക്കളാൽ ബാധിതനായ ഈ മനുഷ്യൻ ഊസ് ദേശത്ത് കാലാവസ്ഥ സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന കെമിസ്ട്രി ചാരം വാരി ഈ മുറിവേലിട്ട് താനിങ്ങനെ ചാരം കൊണ്ട് ശരീരം പൊതിഞ്ഞ് ആ ചാരത്തിന്റെ അസ്വസ്ഥത കൊണ്ട് മുറിവുകൾ നീറുമ്പോൾ ഓട്ട് കഷ്ണം എടുത്ത് ഈ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരണ്ടി അതിനകത്തു നിന്ന് ഒരു ആശ്വാസം കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോ ഇയ്യോബിന്റെ ഭാര്യ വന്നിട്ട് ഇയ്യോബിനോട് പറയുന്ന ഒരു കാര്യം, എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ, സകല നന്മകളും തീർന്നില്ലേ, എന്നിട്ടും നിനക്ക് ഈ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടൊന്ന് ത്യജിച്ച് കളഞ്ഞിട്ട് ഒന്ന് പോയി ചത്തൂടെ, മരിച്ചൂടെ എന്ന് സ്വന്തം ഭാര്യ ഇയ്യോബിനോട് ചോദിക്കുന്നുണ്ട്. ഇയ്യോബ് തിരിച്ചു പറയുന്ന മറുപടി മറ്റൊന്നുമല്ല. ഇയ്യോബ് പറയുക, ഞാൻ ദേഹസഹിതനായി ഈ ശരീരം മുഴുവനും വ്രണത്താൽ പുഴുവരിച്ച് ഞാൻ പൂർണ്ണമായി നശിച്ചു പോയാൽ ഞാൻ എന്റെ ദൈവത്തെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ എന്റെ ദൈവത്തെ കാണും. നിസ്സാരമായ കാര്യമല്ല.
റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഇവിടെ ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇയ്യോബ് ദൈവത്തിന്റെ കരങ്ങളിൽ താൻ ദൈവാശ്രയ ബോധത്തോടെ, പ്രാർത്ഥനയോടെ, ഹൃദയംഗമായ ദൈവവിശ്വാസത്തോടെ താൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് ഭാര്യയോട് ഇങ്ങനെ പറയാൻ കഴിഞ്ഞത്, ഞാൻ ദേഹസഹിതനായി ഞാൻ ജയിച്ചാൽ മരിച്ചാൽ ഒരു പ്രശ്നവുമില്ല, പക്ഷെ ഞാൻ എന്റെ ദൈവത്തെ ഒരു ദിവസം എന്ത് ചെയ്യും? കാണും എന്ന് പറഞ്ഞ് താൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുക. പിന്നെ ഇയ്യോബിന്റെ ചരിത്രം പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ റോമാലേഖനത്തിൽ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്ന ഒരു മഹനീയമായ കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാനായിട്ട് കഴിയത്തില്ല. 32-ാമത്തെ വാക്യം ഇട്ടവനെ 8:32. ഓക്കെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. 8:32. സ്വന്തം പുത്രനെ ആദരിക്കാതെ പിതാവായ ദൈവം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ. ആ ഒരു പദം യേശു കർത്താവിനെ, സ്വന്തം പുത്രനായ യേശു കർത്താവിനെ നമുക്ക് വേണ്ടി, അല്ലെ, പുത്രനെ ആദരിക്കാതെ, യേശുവിനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി എല്ലാം 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 അനുഭവിക്കുവാൻ വിട്ടുകൊടുത്തിട്ട് നമ്മളെ ചേർത്ത് നിർത്തിയ ഒരു നല്ല പിതാവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച്, ഈ പെൻസിലാകുന്ന നാം ഓരോരുത്തരും ഈ പകൽക്കാലം ആരുടെ കയ്യിലാ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമായി നാം ഒന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പിതാവിന്റെ സ്നേഹം കണ്ടോ നമ്മളോട്? ഈ പെൻസിലിനോടുള്ള സ്നേഹം കണ്ടോ? എന്താ പറയാമോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ, അല്ലേ, കാൽവരി ക്രൂശിൽ പുത്രനായ യേശുവിനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും ഈ പെൻസിലുകൾക്ക് വേണ്ടി പിതാവായ ദൈവം പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലതും, ഈ യേശു ക്രിസ്തുവിനോടുകൂടെ സകലതും ഈ പെൻസിലുകൾക്ക് നൽകാതിരിക്കുമോ? നമുക്ക് ഓരോരുത്തർക്കും അവൻ നന്മയും അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും സന്തോഷവും ഒക്കെ നൽകാതിരിക്കുമോ? ദൈവമക്കളെ, ഈ പെൻസിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നവന്റെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പെൻസിൽ നാളെ ഒരനുഗ്രഹമായി. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം റഫറൻസ് കേട്ടോണേ. 19:30. യോഹന്നാന്റെ സുവിശേഷം 19:30 വാക്യം. യേശു കുടിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, പുത്രനായ യേശു തന്റെ ആത്മാവിനെ ആരുടെ കയ്യിലെ ഏൽപ്പിച്ചത്? പിതാവിന്റെ കയ്യിൽ, അല്ലേ? എപ്പോഴാ? തന്റെ ജീവിതത്തിൽ തനിക്ക് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറമായ ശോധനകൾ വന്നു. അടിയും തന്റെ ശരീരത്തിൽ ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിനേക്കാൾ അപ്പുറമായ എല്ലാ പീഡകളും താൻ അനുഭവിക്കേണ്ടി വന്നു. 9 ഇഞ്ച് ഉരുക്കാണിയൽ ക്രൂശിൽ തറയ്ക്കപ്പെടുന്നു. 164-165 മുള്ളുള്ള വിഷമുള്ളുകൊണ്ടുള്ള കിരീടം പിടഞ്ഞ് തലയിൽ അടിച്ചു കയറ്റുന്നു. തന്റെ ശരീരം മുഴുവനും പ്രാകൃത രൂപമാക്കി അവസാനം ഉണ്ടായിരുന്ന വസ്ത്രം ഉരിഞ്ഞു മാറ്റി കാൽവരിയിൽ യേശുവിനെ ക്രൂശിച്ചു. അവസാന തുള്ളി രക്തവും തന്റെ ശരീരത്തിൽ നിന്ന് യേശു ഒഴുക്കി അവസാനം തന്റെ പ്രാണനെ, ജീവനെ വിടുകയാണ്. യോഹന്നാനെ വിളിച്ചിട്ട് ഇതാ നിന്റെ അമ്മ, ഇവരോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ, ഇതെല്ലാം കാണിച്ച് പരസ്പരം ആ മൊഴികളെല്ലാം കൊടുത്തതിന് ശേഷം യേശു കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? തന്റെ ശരീരത്തിലെ അവസാനത്തെ ശ്വാസം അല്ലെങ്കിൽ ജീവൻ, ആത്മാവിനെ തന്നെ അയച്ച പിതാവിന്റെ കയ്യിൽ കൊടുത്തു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? യേശു ജയത്തോടെ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. യേശു കർത്താവിന് മാത്രമേ മരണത്തിൽ
നിന്ന് നമ്മളെ വിടുവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. വേദനയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു ദൈവത്തെയാ ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്നത്. പുത്രനായ യേശു കാൽവറി ക്രൂശിൽ തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ ഇന്ന് പകൽ പെൻസിലുകളായിരിക്കുന്ന നാം ഓരോരുത്തരും അതിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഈ ജീവിതത്തെ വിട്ടുകൊടുത്ത് മുമ്പോട്ട് പോകുന്നെങ്കിൽ നമ്മളെ മാനിക്കുവാനും ഏറ്റവും മനോഹരമായ സാക്ഷ്യത്തിന്റെ ഉടമകളാക്കി മാറ്റാനും സ്വർഗീയ ദൈവം അനുവദിച്ചു തരും. അതിനുള്ള കഴിവ് നമ്മുടെ കർത്താവിന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിമഹത്തായ പല കാര്യങ്ങളിലും നമുക്ക് പ്രയോജനപ്പെടാൻ അല്ലെങ്കിൽ നല്ല സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും. ഞാനിങ്ങനെ യോസഫിന്റെ ചരിത്രം ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. അല്ലെ, സുഖജീവിതം നയിക്കുന്ന മനുഷ്യനാണ്, ഏറ്റവും ലാവിഷായിട്ട് ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ്. താൻ ആദ്യം പൊട്ടക്കിണറിൽ വീണു, അവിടുന്ന് താൻ മിഥ്യാന്യ കച്ചവടക്കാരുടെ അരികിൽ വന്നു, അവിടുന്ന് പിന്നെ അടിമത്തത്തിലേക്ക് പോകുന്നു, പിന്നെ അവിടുന്ന് പോത്തിഫേറിന്റെ ഭവനത്തിൽ വരുന്നു. പോത്തിഫേർ എന്ന് പറയുന്ന മനുഷ്യന്റെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ എന്ത് സുഖമായിരുന്നു അല്ലേ? മാനുഷികമായി പറഞ്ഞാൽ, ഭൗതികമായി പറഞ്ഞാൽ, ലൗകികമായി പറഞ്ഞാൽ ഏറ്റവും നല്ല സുഖജീവിതം ഇതാ യോസഫ് അനുഭവിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അങ്ങനെ യോസഫ് അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ സുഖജീവിതം, ഈ ഭയങ്കരമായ സുഖജീവിതത്തിൽ താൻ ആയിരിക്കുമ്പോ അവിടെ താൻ സുഖജീവിതത്തെക്കാളൊക്കെ അപ്പുറം താൻ തന്റെ ദൈവത്തെ മുഖാമുഖമായി കണ്ട് ജീവിച്ചെന്നോ. നമുക്കറിയാം ചരിത്രം, പറഞ്ഞാൽ നാണക്കേണ്ട, എന്നാലും പറയുക. പോത്തിഫേറിന്റെ ഭാര്യ വന്നിട്ട് ഞാൻ ഇതിന്റെ ഡിലേ പറയാനായിട്ട് വന്നത്. പോത്തിഫേറിന്റെ ഭാര്യ വന്നിട്ട് യോസഫിന്റെ അരികെ വന്നിട്ട് തന്റെ ആവശ്യം ഉന്നയിച്ചു. യോസഫ് ഒറ്റ ഓട്ടം ഓടിയല്ലേ? അല്ലേ, ഒറ്റ ഓട്ടം. പക്ഷെ ഓടുന്ന സമയത്ത് പോത്തിഫേറിന്റെ ഏതോ ഒരു വസ്ത്രം ഇവിടെ കയ്യിൽ കിട്ടി. അവൾ അത് പിടിച്ചുകൊണ്ട് യോസഫിന്റെ വസ്ത്രത്തെ പിടിച്ചുകൊണ്ട് പോത്തിഫേറിന്റെ ഭാര്യ ആവശ്യമില്ലാത്ത കാര്യം ഉന്നയിച്ച് യോസഫിനെ ജയിലിൽ അടപ്പിച്ചു. വേണമെങ്കിൽ ഒന്ന് കണ്ണടച്ചാൽ മതിയായിരുന്നല്ലേ യോസഫിനാണോ? കണ്ണടയ്ക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ഓർത്തോളം. പൂച്ചപാല് കുടിക്കുന്നത് പോലത്തെ ജീവിതം നയിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലാണ് നമ്മളാ? ഇല്ലയോ? യെസ്. ഞങ്ങളൊക്കെ ചെറുപ്പക്കാരെ കൗൺസിൽ ചെയ്യുന്നവരാണ്. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൗൺസിൽ ചെയ്യുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ കൗൺസിൽ ചെയ്തപ്പം ഞങ്ങൾ കേട്ട കാര്യങ്ങൾ ഞെട്ടിപ്പോയി. 8ാം ക്ലാസ്സിൽ സൂക്ഷിക്കണം. ഈ കാലഘട്ടം അത്രമാത്രം മോശപ്പെട്ട ഒരു കാലമാണ്. ഇവിടെ ഇങ്ങനെ ഒരു അനുഭവം യോസഫിന്റെ ജീവിതത്തിൽ വന്നിട്ടും യോസഫ് ദൈവത്തിന് വിരുദ്ധമായത് ചെയ്തില്ല. കേട്ടോ, താൽക്കാലിക സുഖത്തിന് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ദൈവത്തിന്റെ പ്ലാനും പർപ്പസും യോസഫിന്റെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ലായിരുന്നു. കണ്ടോ, മറ്റൊരു രാജ്യത്ത്, ആ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്ക് തൊട്ട് താഴെയുള്ള ലെവലിൽ മിസ്രൈമ്യ ദേശത്ത് യോസഫിനെ തമ്പുരാൻ ആദരിച്ചതിന്റെ പിന്നിലെ രഹസ്യം യോസഫ് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് സ്വർഗത്തിലെ അപ്പന്റെ കരങ്ങളിലാണ്. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനുകൾ, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റപ്പെടണമെങ്കിൽ ലോകപരമായ സൗകര്യങ്ങളെക്കാൾ, ലോകപരമായ ഇഷ്ടങ്ങളെക്കാൾ, ലോകപരമായ ആഗ്രഹങ്ങളെക്കാൾ ദൈവത്തിന്റെ മക്കളെ നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ കയ്യിൽ സമർപ്പിക്കുന്നുവെങ്കിൽ നാളെ ഏറ്റവും മനോഹരമായ ഒരു സാക്ഷ്യം നമ്മളിലൂടെ തമ്പുരാൻ വെളിപ്പെടുത്തും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ അടുത്തൊരു പോയിന്റിലേക്ക് വരികയാണ്. ഒരു നല്ല പെൻഷനായി തീരാൻ വേദന നിറഞ്ഞ ചില മൂർച്ചപ്പെടുത്തലുകൾ ആവശ്യമായി വരും. അത് നാം ക്ഷമാപൂർവം സഹിക്കണം. പെൻസിൽ കൊടുത്തു, പേപ്പർ കൊടുത്തു, റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞു. ഇവര് നോക്കിയപ്പോ പേനയ്ക്ക് എന്നായില്ല, മൊനയില്ലാത്ത പേന കൊണ്ട് അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് ഒരിക്കലും
ഒരു നല്ല ചിത്രം വരയ്ക്കാനായിട്ട് ആ ചിത്രകാരൻ എന്ത് ചെയ്തില്ല, കഴിയത്തില്ല. പക്ഷെ ഈ പെൻസിൽ എന്ത് ചെയ്യണം, അതിനെ രൂപപ്പെടുത്തണം. അപ്പൊ ഇവരുടെ കയ്യിലേക്ക് എന്നാ വന്നോ പറഞ്ഞേ, കട്ടർ. ഈ കട്ടർ കയ്യിലെടുത്ത് കട്ടറുമായിട്ട് ഈ മനുഷ്യൻ ഒന്നിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലെ, ഈ കട്ടറുമായിട്ട് ഈ മനുഷ്യൻ ഒന്ന് നല്ലൊരു ബന്ധം സ്ഥാപിച്ചപ്പോൾ ഒരു നല്ല മുനയുള്ള ഒരു പെൻസിലായിട്ട് ഇത് പുറത്തു പോകും. ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്ന കട്ടറാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന 66 പുസ്തകമടങ്ങിയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ദൈവത്തിന്റെ വചനവുമായിട്ട് ഈ പെൻസിലിന് ഒരു ബന്ധമുണ്ടെങ്കിൽ നീ എത്ര പ്രാവശ്യം നിന്നെ എഴുതാൻ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചിട്ടും മോനെ ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞു പോവുകയാണെങ്കിൽ ഈ കട്ടറുമായിട്ട് അല്ലെങ്കിൽ ഈ വചനവുമായിട്ട് നീ നിരന്തരം ഒന്നിരിക്കുമ്പോൾ നിന്നെ രൂപപ്പെടുത്തി ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു പെൻസിലാക്കി ഈ കട്ടർ നിന്നെ രൂപപ്പെടുത്തും. കട്ടറിന് വലിയൊരു പ്രാധാന്യമുണ്ട് അല്ലേ? കട്ടർ ഇല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പെൻസില് രൂപമാറ്റം സംഭവിച്ചു പുറത്തു വരത്തില്ല. അതിന്റെ പിന്നിൽ ആധാരമായിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഞാനിങ്ങനെ പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് ഓർക്കുകയാണ്. ആരാണ് പൗലോസ്? നമുക്കറിയാം, റോമാക്കാരുടെ കയ്യിൽ നിന്ന് യേശുവിനെ പ്രസംഗിക്കുന്നവരെ മുടിക്കാൻ, കൊല്ലാൻ അധികാരപത്രം അരയിൽ സൂക്ഷിച്ച് കടാരയുമായി സുവിശേഷ പ്രഘോഷണം നടത്തുന്ന ദൈവമക്കളെ അല്ലെങ്കിൽ ദൈവവേലക്കാരെ കൊല്ലാൻ ഓടി നടന്ന, തെക്കും വടക്കും നടന്ന പൗലോസ് അപ്പോസ്തലൻ അല്ലേ? ഒരു ദിവസം ദമസ്കോസിന്റെ പടിവാതിൽക്കൽ താൻ നിൽക്കുകയാണ്. പെട്ടെന്ന് അവിടെ വെച്ച് തന്റെ 2 കണ്ണും മൂടി താൻ വീണ് കിടക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ വെളിച്ചവും ഈ പൗലോസിന്റെ മേൽ ഇറങ്ങി വന്നു. അന്ന് പേര് ശൗല്. ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ദൈവത്തിന്റെ ശബ്ദം കേട്ട് കപ്പലുടമയായ, ഇഷ്ടംപോലെ ജോലിക്കാരുള്ള, ഇഷ്ടംപോലെ നല്ല അനുഗ്രഹത്തിൽ ജീവിച്ച, ലോകപരമായ ഭൗതിക നന്മകളൊക്കെ ഒരുപാട് ജീവിതത്തിൽ ഉണ്ടായിരുന്ന പൗലോസ് അപ്പോസ്തലൻ ഇത് മുഴുവനും ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ താൻ ഈ ലോകത്തിലേക്ക് വിട്ടുകളഞ്ഞിട്ട് അതെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണിയിട്ട് താൻ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിച്ചു. ഹല്ലേലൂയ. പൗലോസ് യേശു കർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ യേശു കർത്താവിനെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ താൻ അനുഭവിച്ച പീഡകളും താൻ അനുഭവിച്ച വേദനകളും ഒക്കെ ദൈവവചനം പല ഭാഗങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയിൽ നമ്മൾ വന്നപ്പോഴേ രാവിലെ നമ്മൾ കേട്ടു അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം അല്ലെ? ആ 28-ാം അധ്യായത്തിനകത്ത് വായിച്ചൊരു കാര്യമാണ്. തീ കായാനായിട്ട് കുറെ വിറവ് പെറുക്കി തീക്കകത്തോട്ടിടുന്ന സമയത്ത് ഒരു അണലി കയ്യെ വന്ന് ചുറ്റി. പൗലോസോ, അവളാണെങ്കിലോ പൗലോസോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റിയില്ല. കപ്പൽ ഛേദത്തിനകത്ത് നിന്ന് പോലും രക്ഷപ്പെട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകൻ, ഒരു നല്ല അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലനെ കാരാഗൃഹത്തിൽ ഇട്ടാൽ ലേഖനങ്ങൾ എഴുതപ്പെടും. പൗലോസ് അപ്പോസ്തലനെ കാരാഗൃഹത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വിട്ടാൽ ദൈവസഭകളുടെ എണ്ണം കൂടും. അത്രമാത്രം ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി തീവ്രമായി നിന്ന മഹനീയനായ അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലൻ. അതുപോലെ തന്നെ യോസഫിന്റെ ജീവിതത്തിൽ എത്രമാത്രം വേദനയുണ്ടായിരുന്നു അല്ലെ? എത്രമാത്രം നിന്ദകൾ താൻ അനുഭവിച്ചു. പക്ഷെ താൻ പോയ ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തിന് വേണ്ടി രൂപാന്തരം പ്രാപിക്കുവാൻ, രൂപപ്പെടുവാനായിട്ട് താൻ ഏൽപ്പിച്ചു കൊടുത്തത് ലോക മനുഷ്യന്റെ കരങ്ങളിലല്ല കേട്ടോ. ആരുടെ കയ്യിലെന്നറിയാമോ? സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ. ഹല്ലേലൂയ. നമ്മുടെ ഈ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നാം അനുഗ്രഹിക്കപ്പെടാൻ അല്ലെങ്കിൽ മാനിക്കപ്പെടാൻ, നല്ല സാക്ഷ്യമുണ്ടാകാൻ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളോട് വെളിപ്പെടാൻ ഒക്കെ ദൈവം ആഗ്രഹിക്കുന്ന കാലയളവിൽ നമ്മളെ കൊണ്ടുപോകുമ്പോൾ ആ പോക്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും ഒക്കെ എന്ത് ചെയ്തേക്കാം, കയറി വരാം. ഓർത്തോണം, ആ സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തെ മുറുകെ പിടിച്ചോ. എന്തിനാണെന്നോ ചില വേദനകൾ, എന്തിനാണെന്നോ ചില മുറിപ്പെടുത്തലുകൾ നിന്നെ ദൈവം ഒന്ന് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക, മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. കാരണം എന്തിനാണെന്നറിയാമോ? നിന്നെ കൊണ്ട് ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്. ദൈവത്തിന് നമ്മളെ കൊണ്ട് ചില പർപ്പസ് ഉണ്ട്. അതിനു വേണ്ടിയ ചില മുറിവുകളും ചില വേദനകളും നമ്മുടെ ജീവിതത്തിൽ വരാറുള്ളത്.
ഹല്ലേലൂയ. ഈ കട്ടറിനകത്തേക്ക് കയറിയപ്പോ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ പെൻസിൽ തിരിയാൻ തുടങ്ങിയപ്പോൾ ഇതിന്റെ പല ഭാഗങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി? മുറിവേൽക്കാൻ തുടങ്ങി. ഇതിന്റെ സ്കിന്ന് പൊളിയാൻ തുടങ്ങി. പക്ഷെ കുറച്ച് 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 പൊളിഞ്ഞ് 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഇതാ ഇതിനകത്തിരിക്കുന്ന ആ ഏറ്റവും മഷിയുള്ള കല്ല് പുറത്തു വരാനായിട്ട് തുടങ്ങി. വളരെ മനോഹരമായ ഒരു നല്ല പെൻസിലായിട്ട് രൂപാന്തരപ്പെട്ടു. ദൈവമക്കളെ, ദാനിയേലിന്റെ ജീവിത ചരിത്രം വ്യക്തമായിട്ട് നമുക്കറിയാം. നമുക്കറിയാം, രാജാവ് പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കാതിരുന്നപ്പോൾ ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തോട്ട് ഇടുകയാണ്. ദാരിയാവേശ രാജാവ് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തോട്ട് കൊണ്ട് ദാരിയാവേശ രാജാവ് ആൾക്കാരെ കൊണ്ട് ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തോട്ട് ഇടുകയാണ്. വിശന്ന് കിടക്കുന്ന സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ദാനിയേൽ വീണു. കല്ലുകൊണ്ട് ഗുഹയുടെ മുഖം അടച്ചു. രാത്രി ദാരിയാവേശ രാജാവിന് ഉറക്കമില്ല. നേരം വെളുക്കുന്നതിന് മുൻപേ ഈ ഗുഹയുടെ മുമ്പിൽ വന്നിട്ട് ദാരിയാവേശ രാജാവ് അകത്ത് കിടക്കുന്ന, ജീവനോടെ ഉണ്ടോ ഇല്ലയൊന്നൊന്നുമല്ല, അകത്ത് കിടക്കുന്ന ദാനിയേലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദാനിയേലേ, നിന്റെ ദൈവം നിന്നെ വിടുവിക്കുവാൻ ശക്തനാണെന്ന് പറയുമ്പോ അകത്ത് കിടന്ന് ദാനിയേൽ പറയുക, ദാരിയാവേശ രാജാവേ, അങ്ങേക്ക് ദീർഘായുസ്സ് ഉണ്ടാകട്ടെ. കണ്ടോ, ഈ സിംഹത്തിന് ഒരു നിമിഷം കൊണ്ട് ഈ ദാനിയേലിനെ ഇല്ലാതാക്കാമായിരുന്നു. പക്ഷേ ദാനിയേൽ ജീവിച്ചത് ദാരിയാവേശിന് വേണ്ടിയല്ല, ഈ ലോകത്തിലെ പ്രമുഖന്മാർക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിൽ പദവി തരുന്നവർക്ക് വേണ്ടിയല്ല ദാനിയേൽ ജീവിച്ചത്. മറിച്ച് ദാനിയേൽ ജീവിച്ചത് തന്നെ ഈ ഭൂമിയിലാക്കിയ സർവശക്തനായ ദൈവത്തിന് വേണ്ടി. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ വേദനകളും നിരാശകളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കുമ്പോൾ ഒന്ന് ഓർക്കുക, ആ പ്രശ്നഘട്ടങ്ങൾ നമ്മളെ തകർക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആ പ്രശ്നഘട്ടങ്ങളിൽ നിന്ന് നമ്മെ തമ്പുരാന് വിടുവിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്, നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. അടുത്തൊരു കാര്യത്തിലേക്ക് വരികയാണ്. നിന്റെ ജീവിതത്തിൽ വരുന്ന എത്രയും വലിയ തെറ്റുകളും തിരുത്തുവാനുള്ള കഴിവ് നിന്നിലുണ്ട്. അത് നീ ഉപയോഗിക്കുക. ഹല്ലേലൂയ. ഈ പെൻസിലിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അല്ലേ? പെൻസിലിന്റെ ഏറ്റവും തലഭാഗത്ത് തന്നെ ഉണ്ട് ഒരു റബ്ബർ ഉണ്ടല്ലേ? അതെന്തിനാ റബ്ബർ വെച്ചിരിക്കുന്നത്? മിക്കവാറും ഈ റബ്ബർ പലരും ഉപയോഗിക്കാറില്ല. പക്ഷെ ആത്മീക ജീവിതത്തിൽ ഈ റബ്ബർ നമ്മൾ എന്ത് ചെയ്യണം? ഈ എറേസർ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മിസ്റ്റേക്ക് വന്നാൽ ആ മിസ്റ്റേക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? തിരുത്താനായിട്ട് പറ്റണം. ഹല്ലേലൂയ. പലപ്പോഴും പലരും ഇത് ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഒരു മെസ്സേജ് പറയുമ്പോ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്റെ ഭാര്യയായിട്ട് ഇരുന്നിട്ട് ഞാൻ ചോദിക്കും. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം പൊത്തിഫർ എന്ന് പറഞ്ഞപ്പോൾ അത് മാറിപ്പോയി. ജോസഫും പൊത്തിഫറും പെട്ടെന്ന് തിരുത്തി. ഇനി അല്ലാതെ ഞാൻ എന്തെങ്കിലും ഓർക്കാതെ പറഞ്ഞ അബദ്ധങ്ങൾ വീട്ടിലിരുന്ന് സജിത ആ ഭാഗത്ത് ഇന്നൊരു കറക്ഷൻ വേണമായിരുന്നു, ഇന്നൊരു തെറ്റ് തിരുത്തണമായിരുന്നു എന്നോട് എന്ത് ചെയ്യും? പറഞ്ഞു തരാറുണ്ട്. പണ്ട് പൊട്ടത്തരം എന്ന് ഒത്തിരി പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഒത്തിരി വ്യത്യാസം ഈ കറക്ഷൻ തരുന്നതിൽ കൂടി രൂപപ്പെടാൻ, മാറ്റം വരുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മൾ ആരും പൂർണ്ണരല്ല. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരാം, നമ്മുടെ ജീവിതത്തിൽ കുറ്റങ്ങൾ വരാം. പക്ഷെ ആ കുറ്റങ്ങൾ ഒരാൾ പറഞ്ഞു തന്നാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? തിരുത്താനായിട്ട് കഴിയണം. ഒരു മനുഷ്യന് വളരാനായിട്ടുള്ള സാഹചര്യത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് സ്വയം തെറ്റുകൾ എന്ത് ചെയ്യാനായിട്ട്? തിരുത്താനായിട്ട്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 19:12. സങ്കീർത്തനം 19:12 ഒന്ന് വായിക്കാമോ? തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. ഞാനിങ്ങനെ ദാവീദിനെ കുറിച്ച് മറ്റൊരു കാര്യം പറയുക. താനിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ പാപം ചെയ്തു, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ നീ എന്ത് ചെയ്യണം? എന്റെ ഉള്ളിൽ തരണം. ദാവീദ് തെറ്റ് ചെയ്തു, വലിയ തെറ്റാ ചെയ്തത്. തന്റെ രാജസ്ഥാനത്ത് മറ്റുള്ള എതിർ ടീമിനോട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന രാജഭടന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയായ ഊരിയാവിന്റെ ഭാര്യ സുന്ദരിയെ കാണാൻ പിടിക്കുക. ആ ഊരിയാവിന്റെ ഭാര്യയുമായി താൻ
തന്റെ ബന്ധം സ്ഥാപിച്ചപ്പോൾ അതിലൊരു കുഞ്ഞുണ്ടായി. അത് ദൈവസന്നിധിയിൽ താൻ ഏറ്റുപറഞ്ഞു, ഉപേക്ഷിച്ചു. ഒക്കെ ശരിയാ. 2 ശമൂവേലിനെ തോന്നുന്നു, 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ വ്യക്തമായ ആ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഊരിയാവിന്റെ ഭാര്യയിൽ തനിക്ക് ജനിച്ച കുഞ്ഞിന്റെ ശരീരത്തിൽ യഹോവ ബാധിച്ചു. ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ യഹോവ ബാധിച്ചു. ഒരു രോഗിയായി കുഞ്ഞു മാറി. ഈ കുഞ്ഞിന്റെ സൗഖ്യത്തിന് വേണ്ടി ഈ ദാവീദ് ദൈവസന്നിധിയിൽ 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചരിത്രം. താനിങ്ങനെ പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ, കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തണമേ, കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തണമേ. 7 ദിവസം താൻ പ്രാർത്ഥിച്ചു. 7ാം ദിവസം 2 ഭൃത്യന്മാർ വന്ന് വാതിലെ മുട്ടി. ദാവീദ് വാതിൽ തുറന്നു. അവരുടെ മുഖഭാവം കണ്ടപ്പോ ദാവീദ് അങ്ങോട്ട് ചോദിക്കുക, കുഞ്ഞ് മരിച്ചുപോയി അല്ലേ? അവര് തലയാട്ടി, അതെ, കുഞ്ഞ് മരിച്ചുപോയി. പക്ഷെ ദാവീദ് എന്തിനെന്നറിയാമോ? ദാവീദ് ആ സെക്കൻഡിൽ ആ വാർത്ത കേട്ടപ്പോൾ താൻ തന്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. 2 താൻ പോയി കുളിച്ചു. 3 താൻ വസ്ത്രം മാറി, തൈലം പൂശി. 5 യഹോവയുടെ ആലയത്തിൽ പോയി ജീവനുള്ള ദൈവത്തെ താൻ ആരാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോ, വേദനകൾ വരുമ്പോ, ഇതുപോലെയുള്ള നിരാശകളൊക്കെ വരുമ്പോൾ ദൈവത്തെ വിട്ടും ദൈവത്തിന് കൊടുക്കാനുള്ള ആരാധന വിട്ടും ദൈവത്തിന് കൊടുക്കാനുള്ള യാഗം വിട്ടും ഒരു കാര്യവും ദൈവമക്കളെ നമ്മൾ ചെയ്തു പോകരുത്. ദൈവത്തോട് ചേർന്ന് രൂപപ്പെടുവാൻ, മനസ്സന്തരപ്പെടുവാൻ, തെറ്റുകളെ തിരുത്തി മുമ്പോട്ട് ജീവിപ്പാനായി സ്വർഗീയ ദൈവം നമുക്ക് കൃപ തരട്ടെ. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു അല്ലേ? യോഹന്നാന്റെ സുവിശേഷം അവസാന ഭാഗത്ത് തള്ളി പറഞ്ഞു പത്രോസിനോട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. എടാ, എന്റെ ജീവിതത്തിൽ വ്യത്യാസം വന്നതുകൊണ്ട് ഞാൻ നിന്റെ ഒരു കാര്യം ഏൽപ്പിക്കുക. എന്റെ കുഞ്ഞാടുകളെ ഉറങ്ങുന്നവര് പറഞ്ഞ്, എന്റെ കുഞ്ഞാടുകളെ, ഉറങ്ങുന്നവര് സ്വതന്ത്രം പറഞ്ഞ്, എന്റെ കുഞ്ഞാടുകളെ. കണ്ടോ, മനസ്സാന്തരപ്പെട്ട് മടങ്ങി വന്നപ്പോ മറ്റൊരു ആത്മീക ഉത്തരവാദിത്വം പത്രോസിന്റെ മേൽ ദൈവം കൊടുക്കുകയാണ്. ദൈവത്തിന്റെ ആടുകളെ അല്ലേ, യേശു കർത്താവിന്റെ ആടുകളെ മേയ്ക്കാനുള്ള ഒരു മഹനീയ കൃപ വിട്ടുകൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എത്ര വലിയ തെറ്റുകളും സ്വയം തിരുത്തി അതിനകത്ത് നിന്ന് പുറത്തു വരുവാൻ സ്വർഗീയ ദൈവം നമുക്ക് കൃപ തരട്ടെ. അടുത്തത്, നമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പുറമേയുള്ളതല്ല, ഇതിനകത്തുള്ളതാണ്. ഹല്ലേലൂയ. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ഉള്ളിലാണ്. അതിനാൽ പുറം ഭംഗികളെ കുറിച്ച് ആകുലപ്പെടാതിരിക്കുക. രാമൻ പറയാൻ പറ്റുമോ? നമ്മൾ നോക്കുമ്പോൾ പച്ചയുണ്ട്, നമ്മൾ നോക്കുമ്പോൾ നീലയുണ്ട്, നമ്മൾ നോക്കുമ്പോൾ വെള്ളയുണ്ട്, വയലറ്റ് ഉണ്ട്, പല കളറുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ പുറമേ ഉള്ള സംഭവത്തെ നമ്മൾ സ്വയം എടുത്തുപയോഗിക്കാറില്ലേ? എടുത്തു വരച്ച് കാണിക്കാറില്ലേ? കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഓടി വന്ന് സജിതയെ കെട്ടിപ്പിടിച്ചു. ഇതുവരെയും കെട്ടിപ്പിടിക്കാത്ത ഒരു സ്ത്രീയാണ്, ഒരു സഹോദരിയാണ്. സജിത കെട്ടിപ്പിടിച്ചു, സജിതയ്ക്ക് ഉമ്മ കൊടുത്തു, സജിതയെ ഉമ്മയൊക്കെ കൊടുത്തു. നാളുകളെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരി. കാരണം അവരെ കെട്ടിപ്പിടിക്കാൻ കാരണം പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത് അവരുടെ മോൻ ഗൾഫിൽ നിന്ന് പൈസ അയച്ചു കൊടുത്തു മോഡി സ്ട്രൈറ്റ് ചെയ്യാൻ. പലർക്കും കത്തിയിട്ടില്ലപ്പോ. അപ്പം അത് കാണിക്കാൻ വേണ്ടി വന്നിട്ട് എന്ത് ചെയ്തു? 2 ഉമ്മ എക്സ്ട്രാ കൊടുത്തില്ലേ? ഇതുവരെ കൈ കൊടുത്തിട്ടില്ല, ചിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ കെട്ടിപ്പിടിക്കുന്നു, മൂടുക്കുന്നു. പലപ്പോഴും നമ്മുടെ പുറം ഭംഗിയിൽ നമ്മൾ നിഗളിക്കാറുണ്ട്. പക്ഷെ പുറം ഭംഗിയിൽ അല്ല നാം വില കൊടുക്കേണ്ടത്, മറിച്ച് ഈ പുറം ഭംഗിയെല്ലാം അഴിയപ്പെടും. ഈ വചനത്തിലേക്ക് കയറുമ്പോൾ, വചനവുമായി ബന്ധപ്പെടുമ്പോൾ പുറം ഭംഗികളെല്ലാം അഴിയും. ഇതെല്ലാം ഒന്നുമില്ല, ചപ്പും ചവറുമാണെന്ന് ഒരു തോന്നലുണ്ടാകുകയും മറിച്ച് പ്രയോജനപ്പെടേണ്ടത് ഒരു ദിവസം പുറത്തു വരികയും ചെയ്യും. ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ പുറം ഭംഗിയല്ല, അവന്റെ ഉള്ളിലെ ആത്മാവ് അല്ലെങ്കിൽ ഉള്ളിൽ ഇരിക്കുന്നതാണ് ഏറ്റവും പ്രയോജനപ്പെടുന്നതെന്ന് ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയണം, മറന്നു പോകരുത്.
എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. എഫേസ്യർ 3:16 വായിക്കാമോ? എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16, 3, 20. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. രാമൻ പറഞ്ഞു, എല്ലാവരും രാമൻ പറഞ്ഞു. ഇടത്തും വലത്തിരിക്കുന്നവർ ഉറങ്ങുന്നെങ്കിൽ ഒരു അടി കൊടുത്ത്, ഒരു ഇടി കൊടുത്ത്. ഒന്ന് നോക്കിക്കേ, ഉറങ്ങുന്നവർക്ക് ഒരു ഇടി കൊടുത്ത്. ഉറക്കത്തിൽ സ്വോത്രമൊക്കെ പറയുമ്പോണ്ടല്ലോ, അത് പിശാച് പറയിപ്പിക്കുന്ന സ്വോത്രമാണ്. അങ്ങനെ ഒരു അമ്മച്ചി കർത്തൃമേശയ്ക്ക് അന്ന് പാത്രത്തില് വൈകി കൊണ്ടുവരുന്നത്. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ ഇങ്ങനെ കൊടുത്ത് വരിക. ഒരു അമ്മച്ചിയുടെ കൈക്ക് വന്നപ്പോ അമ്മച്ചിയെ തോണ്ടി വിളിച്ചപ്പോ പാത്രം കിട്ടി ഒറ്റ കുടി. അമ്മച്ചി പറഞ്ഞു, അല്ല പാസ്റ്റർ ചോദിച്ചിട്ട് കർത്താവിന്റെ തിരുമേശയുടെ രക്തമല്ല വൈനം, ഇതെന്തിനാ അമ്മച്ചി ഇത്രയും കുടിച്ചേ? പെട്ടെന്ന് ബോധം വന്നപ്പോ അമ്മച്ചി പറഞ്ഞു, യേശുവിനെ ഓർക്കുമ്പോ ഇത്രയും കുടിച്ചാലൊന്നും പോരാ, ഇത്രയും കുടിച്ചാലൊന്നും ഉറങ്ങരുത്, വചനസമയത്ത് ഉറങ്ങരുത് പ്ലീസ്. ഇവിടെ പറയുക എന്താ പറയുന്നത് അറിയാമോ? അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ, ഏതവന്റെ? ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അടുത്തത് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും, അടുത്തത് അവിടെ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുന്ന അടിസ്മതി. 16-ാമത്തെ വാക്യം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പുറമേ കാണുന്നതൊന്നുമല്ല. ആരുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തി മുടിയില്ലാത്ത പാസ്റ്റർ എന്നാണ്. ഞാൻ അഭിമാനിക്കുന്ന എന്റെ അപ്പനും ഈ പ്രായത്തിൽ മുടിയില്ല, നല്ല കാര്യം. മുടിയില്ലെങ്കിൽ എന്തുവാ? അകത്തെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. എന്നെ പരിചയപ്പെടുത്തുക. ഈ സഭയിലുള്ള ഒരു സഹോദരൻ വേറൊരാളെ പരിചയപ്പെടുത്തി തരുന്നു, നോ പ്രോബ്ലം. പക്ഷെ ഇതെല്ലാം നാളെ എന്ത് ചെയ്യും? അഴിഞ്ഞു പോകും. ഇതെല്ലാം നാളെ തകർക്കപ്പെടും. പക്ഷെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട് യേശു കർത്താവിന്റെ വരവിനൊരു പോകും. ഇവിടെ കാണുന്ന ഈ പുറമോടിയൊക്കെ ഉണ്ടല്ലോ, 6 അടി മണ്ണിനകത്ത് ഒരൽപ്പം ചാരമായി ഇവിടെ ഒതുങ്ങുമ്പോൾ യേശുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ സുരേഷ് മുടിയില്ലെങ്കിൽ എന്താ, കളറില്ലെങ്കിൽ എന്താ, ആരോഗ്യമില്ലെങ്കിൽ എന്താ, യേശുവിന്റെ വരവിൽ എടുക്കപ്പെടും. 20-ാമത്തെ വാക്യം വായിച്ചു പറയാം. 3:20. എന്നാൽ ചോദിക്കുന്നതിലും നിனைക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, അകത്ത് വ്യാപരിക്കുന്നത് എന്തുവാ? ദൈവത്തിന്റെ ശക്തി. സൗഖ്യമാകട്ടെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ആ അകത്തെ മനുഷ്യരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ കൽപ്പിക്കുന്നത് സംഭവിക്കും. ഹല്ലേലൂയ. ഈ അകത്തിരിക്കുന്നതിന്റെ കളർ ചില കറുത്തതാണെങ്കിലും ഇതിന് പ്രയോജനപ്പെടാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മുടെ കൂട്ടായ്മയിൽ ഐശ്വര്യമായി വരുന്നതോ ഷാരൂഖ് ഖാൻ വരുന്നതോ അല്ല നമ്മുടെ വിഷയം. നമ്മുടെ കൂട്ടായ്മയിൽ ദൈവസന്നിധിയിൽ എടുക്കപ്പെടുന്ന 10 എണ്ണമാ ഇതിനകത്ത് വേണ്ടത്. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഞാൻ പണ്ട് ആയിരുന്ന ഒരു കൂട്ടായ്മയിൽ അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ പാസ്റ്റർ എന്നെ കൊണ്ട് വിസിറ്റിംഗ് ഇരുന്നു. ഇത് മോശമായ ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. റിച്ച് ഫാമിലി, അത് ഞാൻ വണ്ടി കൂടി ഓടിക്കുന്ന സമയം, റിച്ച് ഫാമിലിയുടെ വീട്ടിൽ ചെല്ലുമ്പം സുരേഷിന് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പം വരാം. എത്ര മിനിറ്റ്? ഒരു 5 മിനിറ്റ്. എവിടെ? വണ്ടിയിൽ ഇരുന്നോ, ഞാൻ ഇപ്പം വരാം. 5-10 മിനിറ്റ് ഒക്കെ ഞാൻ വണ്ടികളിൽ ഇരുന്നിട്ടുണ്ട്. ചില വീട്ടിൽ പോകുമ്പോൾ സുരേഷ് വാ ഇവിടെ ഒന്ന് മുട്ടുകുത്തിക്കേ, ഞാൻ കൂടെ പോയി മുട്ടുകുത്താം. ഇത് കർത്താവിന്റെ ഒരിക്കൽ പറ്റുന്ന പരിപാടിയല്ല. കർത്താവിന്റെ മുമ്പിലുണ്ടല്ലോ വെളുത്തതും കറുത്തതും നീലയും മഞ്ഞയും എല്ലാം ദൈവം ഒറ്റ കണ്ണുകൊണ്ടാണ് കാണുന്നത്. ഓൾ വൺ ഇൻ ക്രൈസ്റ്റ്. എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ഹല്ലേലൂയ. 20-ാമത്തെ വാക്യം പറയുന്നത് കേട്ടോ, വേണ്ടതല്ല ചോദിക്കുന്നതിലും നിனைക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. അപ്പൊ നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു പവർ ഉണ്ട്, തിരിച്ചറിയുക.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1:18 എല്ലാവർക്കും കാണാൻ അറിയാവുന്നതാണല്ലോ. 1:18 Acts 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നമ്മളെ ദൈവം മാനിക്കും. നമ്മുടെ അകത്തെ ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടല്ലോ, അത് നമ്മളെ ഒതുക്കാനുള്ളതല്ല. ഈ അകത്തെ ശക്തി നമ്മളെ വളർത്താനുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ അവസാനത്തെ പോയിന്റിലേക്ക് വരികയാണ്. ഏതു പ്രതലത്തിലാണ് നിന്നെ ദൈവം അല്ലെങ്കിൽ ഉടമസ്ഥൻ ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിക്കാതെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ വ്യക്തവും വൃത്തിയുള്ളതുമായ മുദ്ര പതിപ്പിക്കുക. പിടികിട്ടിയോ? ഒന്നുകൂടെ പറയട്ടെ, കേട്ടോടെ. ഏതു പ്രതലത്തിലാ കേട്ടോ, ഇത് ഈ പേപ്പറാണ് ഇവരുടെ കയ്യിലേക്ക് കൊടുത്തത്. പക്ഷേ ഏത് പ്രതലത്തില, ഏത് പേപ്പറില, ഏത് സഭയില, ഏത് കൂട്ടായ്മയില, ഏത് മീറ്റിംഗില എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഏത് പ്രതലത്തിലാണ് നിന്നെ ഉടമസ്ഥൻ ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിക്കാതെ, ഇവിടെ കിട്ടുന്നുണ്ടോ? ചിന്തിക്കാതെ ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ വ്യക്തവും വൃത്തിയുള്ളതുമായ മുദ്ര പതിപ്പിക്കുക. ആ പെൻസിൽ കണ്ട് എവിടെയാണോ വരയ്ക്കുന്നത് അവിടെ ഈ പെൻസില് എന്തായിട്ട് വരയ്ക്കണം? വൃത്തിയായിട്ട് അതിന് എന്ത് ചെയ്യണം? വരയ്ക്കണം. ഈ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ നമ്മളെ ആക്കുന്ന കൂട്ടായ്മയിൽ എന്താണ് ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അത് ഹൃദയംഗമായി ചെയ്യാൻ തയ്യാറായിരിക്കും. പറഞ്ഞു അല്ലെങ്കിൽ ഇവര് പറഞ്ഞു അതുകൊണ്ട് ചെയ്തേക്കാം, അവര് പറഞ്ഞു അതുകൊണ്ട് ചെയ്തേക്കാം. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് ഒന്ന് ദൈവത്തിന് വേണ്ടി, രണ്ട് ഞാൻ ചെയ്യേണ്ടത് ഏറ്റവും വൃത്തിയായിട്ട്. പാടാനാണെങ്കിൽ വൃത്തിയായിട്ട്, കീബോർഡ് വായിക്കാനാണെങ്കിൽ വൃത്തിയായിട്ട്, തൂത്തുവാരാനാണെങ്കിൽ വൃത്തിയായിട്ട്, അക്കൗണ്ട്സ് അവിടെയാണെങ്കിൽ വൃത്തിയായിട്ട്, കഞ്ഞി വെക്കാനാണെങ്കിൽ വൃത്തിയായിട്ട്. പിടികിട്ടുന്നുണ്ടോ? ഏതാണോ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന പ്രതലം അവിടെ ഏറ്റവും മനോഹരമായ മുദ്ര പതിപ്പിക്കുവാൻ പെൻസിലുകളെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്ന്, ഈ പെൻസിലിന്റെ സ്ഥാനത്ത് നമ്മുടെ പേര് ചേർക്കുക. നാം എല്ലാവരും ഒരു പെൻസിൽ പോലെയാണ്. അമൂല്യവും വ്യത്യസ്തവുമായ ഒരേ ലക്ഷ്യത്തിനായി നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി. കിട്ടുന്നുണ്ടോ? അത് ഇടയ ശുശ്രൂഷയായാലും, രോഗശുശ്രൂഷയായാലും, രോഗശാന്തി, പ്രവചനമായാലും, കഞ്ഞി വെക്കുന്നതായാലും, തൂത്തുവാരുന്നതായാലും, വണ്ടി ഓടിക്കുന്നതായാലും, ദൈവസഭയ്ക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതെല്ലാം ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് നാം തിരിച്ചറിയുക. ദൈവത്തിന്റെ കരങ്ങളിൽ നാം പൂർണ്ണരായിരിക്കുക. അതിനാൽ യശയ്യാവിന്റെ പുസ്തകം 59:1 രചിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കാത് മന്ദമായിട്ടില്ല. നാം ഓരോരുത്തരും അനീതിയ ഭുജങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നല്ല പെൻസിലുകളാകട്ടെ. നമുക്കൊന്നിച്ച് നല്ല സാക്ഷ്യത്തോടെ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കാം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ആരാണ്? ഓരോ പെൻസിൽ. ഇത് ഉപയോഗിക്കപ്പെടേണ്ടവന്റെ കയ്യിൽ നാം ഏൽപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ എന്നും നമ്മൾ ഇങ്ങനെ തന്നെ ഒരേ പൊസിഷനിലിരിക്കും. ഒരർത്ഥവും ഉണ്ടാകത്തില്ല ഈ ജീവിതത്തിന്. നാളെ പറയാൻ പറ്റണം, ഉടമസ്ഥൻ പറയാൻ പറ്റണം, ഈ പെൻസിൽ വഴങ്ങി തന്നതുകൊണ്ടാണ്, ഏൽപ്പിച്ച് തന്നതുകൊണ്ടാണ് എനിക്ക് ഈ പെൻസിലിനെ ഉപയോഗിക്കാനായിട്ട് സാധിച്ചത്. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കാം. നമ്മുടെ മനസ്സിനെ ഒന്ന് വിട്ടുകൊടുക്കാം. നമുക്കൊരു നല്ലൊരു സമർപ്പണ ജീവിതം എന്നുമുണ്ടാകാൻ, ഹൃദയംഗമായ ദൈവവിശ്വാസത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഏറ്റവും അധികമായി പ്രയോജനപ്പെടുവാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, എന്റെ കുഞ്ഞിനെ അവിടുന്ന് ഉപയോഗിക്കണമേ. നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എന്റെ ഭർത്താവിനെ ഉപയോഗിക്കണമേ. ഭാര്യമാരെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, എന്റെ ഭാര്യയെ ഉപയോഗിക്കണമേ.
എങ്ങനെയാണ് ദൈവത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹം നമ്മെ, അതനുസരിച്ച് ഈ കാലഘട്ടത്തിൽ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി നമുക്കൊന്നിച്ച് കരം കോർക്കാം. അതിനായി നമ്മെ ഉപയോഗിക്കട്ടെ. അതിനായി ദൈവം നമ്മളെ വഴിയൊരുക്കി സഹായിക്കട്ടെ. എന്നിഷ്ടമല്ല നിന്നിഷ്ടം നാഥ, നിന്റേതു മാത്രം ഞാൻ, നിന്റേതു മാത്രം. എന്നിഷ്ടമല്ല നിന്നിഷ്ടം നാഥ, നിന്റേതു മാത്രം ഞാൻ, നിന്റേതു മാത്രം. കുശവൻ നീയേ കളിമൺ ഞാനേ നാഥ, കുശവൻ നീയേ കളിമൺ ഞാനേ നാഥ, പണിയണേ എന്നെ തിരുഹിതം പോലെ നാഥ, പണിയണേ എന്നെ തിരുഹിതം പോലെ. നമുക്കൊന്നിച്ച് കർത്തൃകരങ്ങൾ ഏൽപ്പിക്കാം. നമുക്കൊന്നിച്ച് പണിയപ്പെടുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച, ദൈവത്തിന്റെ കരങ്ങളിൽ വിട്ടുകൊടുത്ത നമ്മുടെ എല്ലാവരുടെയും സാഹചര്യങ്ങൾ, സ്ഥിതി എന്റെ തമ്പുരാൻ മാറ്റും. നല്ല അനുഭവ സാക്ഷ്യങ്ങളെ നമ്മുടെ കരങ്ങളിൽ കർത്താവ് തരും. ഇന്ന് ചിനുവും നമ്മുടെ ബോബനും ചിത്തുവും വിഷ്ണുവും ഷിൻസിയും ഒക്കെ അവരുടെ കയ്യിലേക്ക് ആ പെൻസിൽ കിട്ടിയപ്പോൾ, പേപ്പർ കിട്ടിയപ്പോൾ, ആ റീസർ കിട്ടിയപ്പോൾ അവര് വളരെ ഭംഗിയായി അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം ആ പെൻസിൽ കൊണ്ട് രൂപപ്പെടുത്തിയതുപോലെ ഈ നാളുകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി തമ്പുരാൻ നമ്മെ പണിയട്ടെ. എത്ര പേര് ആഗ്രഹിക്കുന്നത്, എത്ര പേര് വിശ്വസിക്കുന്നു, ഞാൻ ഏൽപ്പിച്ചു കൊടുത്താൽ തമ്പുരാൻ എന്നെ ഉപയോഗിക്കും. സർവശക്തനും സർവാധികാരിയും സർവവ്യാപിയുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. 2024 ഡിസംബർ മാസം 1-ാം തീയതി കർത്താവേ, ചില ദിവസങ്ങൾ മാത്രം ഈ മാസം അവസാനിച്ച് ഈ വർഷം തീർന്ന പുതുവർഷത്തിലേക്ക് ഞങ്ങൾ കയറാൻ തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണവും ക്രമീകരണങ്ങളും സമർപ്പണവും ഒക്കെ ഉണ്ടായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ച കാര്യം ഏറ്റവും മനോഹരമായി ചെയ്യുവാൻ തക്കവണ്ണം, നല്ല സാക്ഷ്യമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും തമ്പുരാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് സ്തോത്രം. താഴ്ത്തി ഏൽപ്പിക്കും കർത്താവേ. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുവാൻ, തെറ്റുകളെ സ്വയം തിരുത്തുവാൻ, ഞങ്ങളുടെ പുറമോടിയേക്കാളൊക്കെ അപ്പുറം അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തി അതിനെ വളർത്തുവാൻ, ആ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് മുതൽ ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക. സ്വർഗ്ഗം ഞങ്ങളെ പണിയുന്നത് കൊണ്ട് നന്ദി, ഞങ്ങളെ സംരക്ഷിക്കുന്നത് കൊണ്ട് സ്തോത്രം, ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്നത് കൊണ്ടും നടത്തുന്നത് കൊണ്ടും സ്തോത്രം. ഞങ്ങളെ ഏൽപ്പിച്ച ഓരോ ദൗത്യങ്ങളും ദൈവഹിതമനുസരിച്ച് ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും അവിടെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണം. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. ഞങ്ങൾ പിരിയുന്ന കൃപ കൂടിയിരിക്കണം. മാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനം എല്ലാം ത്രിയേക ദൈവത്തിന് മാത്രം ഈ പകൽ ഞങ്ങൾ കരയേറ്റുന്നു. യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുവിന്റെ കൃപയും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കാവലും കൂട്ടായ്മയും നാം ഏവരുടെയും നമ്മുടെ ആദ്യമായി വന്ന വിജിൽ സൂര്യ കുടുംബത്തിന്റെ മേലും ദൈവസഭയുടെ മേലും മുമ്പോട്ടുള്ള എല്ലാ ദൈവിക ശുശ്രൂഷകളുടെ മേലും ഇന്നും എന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടായ യേശുവിന് നമ്മുടെ കരങ്ങളെ ഉയർത്തി നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.